ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര മധ്യ കേരളത്തിൽ എത്തിയതോടെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്തയാൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടയാൾ എന്ന് പറയപ്പെടുന്ന എ. സുരേഷ് CPIM വിട്ട് കോൺഗ്രസ് ചേരിയിലേക്ക് പോവുകയാണ്. പക്ഷേ സുരേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ ചേരുന്നില്ല, പക്ഷേ വേണമെങ്കിൽ മത്സരിക്കാമെന്ന്. അങ്ങനെ മത്സരിക്കാൻ എ. സുരേഷ് തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ മലമ്പുഴയിലായിരിക്കും അവസരം നൽകുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പരാജയമാണ് മലമ്പുഴയിൽ ഉണ്ടായത്. മാത്രവുമല്ല 3ാം സ്ഥാനത്തേക്ക് പുറന്നോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എ. സുരേഷിനെ മലമ്പുഴയിൽ തന്നെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നത്. പക്ഷേ എതിർ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പല പേരുകളും ഉയരുന്നുണ്ടെങ്കിലും CPIM ഒരു പക്ഷേ സജീവമായി പരിഗണിക്കുക V.S. അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറിനെ ആയിരിക്കും. അരുണിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പാരമ്പര്യം മലമ്പുഴയിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അരുണിനുണ്ട്. എന്തായാലും അരുണിൻ്റെ പേരുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ മലമ്പുഴയിലെ മത്സരം തീപാറും എന്നുള്ളത് ഉറപ്പാണ്. V.S. അനുകൂലികൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം V.S.നെ വലിയ തരത്തിൽ വിജയം സമ്മാനിച്ച മലമ്പുഴ, ആ മത്സര സമയത്തൊക്കെ V.S.നോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളായ എ. സുരേഷ് ഇപ്പോൾ V.S.ൻ്റെ പിൻഗാമിയായി മത്സരരംഗത്തേക്ക് കോൺഗ്രസിൻ്റെ ഒപ്പം മത്സരിക്കാനെത്തുന്നു. V.S.ൻ്റെ മകൻ അരുൺ എതിർചേരിയിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ മത്സരം കടുകട്ടിയാകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റ് ജില്ലകളിലും ഇതുപോലുള്ള മത്സരങ്ങൾക്ക് സാക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയം പറയുന്നത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലായിരിക്കും കടുത്ത മത്സരങ്ങൾ. എടുത്തു പറയുമ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ. ഇവിടെ UDF സ്ഥാനാർത്ഥി നിർണയം വളരെ ആലോചിച്ച് മതി എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. BJP ആകട്ടെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ അവർ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്ന് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ BJPയുടെ നേതാക്കന്മാരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാധ്യതാ പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കെ. സുരേന്ദ്രൻ്റെ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കെ. സുരേന്ദ്രൻ മത്സരിച്ചതെങ്കിൽ ഇത്തവണ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് മത്സരിച്ച് വിജയം ഉറപ്പിക്കാനുള്ള നീക്കമാണ് BJPയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന നേതൃത്വത്തെ താൻ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള വിവരം കെ. സുരേന്ദ്രൻ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രന് 2 മണ്ഡലങ്ങളാണ്. അത് ഒന്ന് കായംകുളവും മറ്റൊന്ന് പാലക്കാടും. അങ്ങനെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ളൊരു മത്സരം കാഴ്ചവെക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. യുവതലമുറയിൽ നിന്നുള്ള ആളുകളും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് അനൂപ് ആൻ്റണിയാണ്. തിരുവല്ലയിൽ മത്സരിക്കാൻ അനൂപ് ആൻ്റണി. ഒപ്പം തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ച് പരിചയമുള്ളവരെയും ഇത്തവണ BJP പരീക്ഷിക്കുന്നുണ്ട്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേസമയം മേയറാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്ന R. ശ്രീലേഖ ഇത്തവണ ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാലും അതിശയപ്പെടേണ്ട സാഹചര്യമില്ല. അങ്ങനെ BJPയും ഏകദേശം സാധ്യതാ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. CPIMലേക്ക് വരുമ്പോൾ അവർ ഇതുവരെയായും പേരുകൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഇപ്പോഴുള്ള MLAമാരിൽ 60% പേരും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 2 ടേം എന്ന നിബന്ധന അല്ലെങ്കിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ച് വിജയിച്ച ആളുകൾ ഇനി സ്ഥാനാർത്ഥിയാകണ്ട എന്നുള്ള നിബന്ധന കർശനമാക്കാനുള്ള സാധ്യത വിരളം എന്ന് തന്നെ പറയാം. വിജയസാധ്യതയാണ് ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നത്. കാരണം 3ാം പ്രാവശ്യവും ഭരണം ഉറപ്പിക്കുക എന്നുള്ളതാണ് CPIMൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷിച്ചായിരിക്കും പാർട്ടി മുന്നോട്ട് നീങ്ങുക. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ അതിശയങ്ങൾ സംഭവിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട
ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് കോൺഗ്രസിന് വേണ്ടി എത്തിയാലും അതിശയപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും യാത്ര അവസാനിക്കുന്നതോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളിലേക്ക് മുന്നണികൾ മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.